കേരളത്തിലെ പകർച്ചവ്യാധികളെ തടയാൻ സമഗ്രമായൊരു പദ്ധതിയുമായി ആരോഗ്യവകുപ്പ് മുന്നോട്ട് വന്നിരിക്കുക. മാത്രമല്ല അനുബന്ധ വകുപ്പുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പ്, ഫുഡ് ആൻഡ് സേഫ്റ്റി, ഇങ്ങനെയുള്ള വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനമാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ നടപ്പാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഡ്രൈ ഡേ ആചരിക്കാൻ തീരുമാനിച്ചത്. ഡ്രൈ ഡേ എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച വിദ്യാലയങ്ങളിലും ശനിയാഴ്ച ഓഫീസുകളിലും ഞായറാഴ്ച വീടുകളിലും ഈ പദ്ധതി നടപ്പാക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി വീടുകളിലെ ഡ്രൈ ഡേ പരിപാടികൾ ഇന്ന് ഇവിടെ ഈ പരിസരത്ത് നിന്ന് ഉദ്ഘാടനം ചെയ്യാം. ഇതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഈ വീടുകളിലെ ഡ്രൈ ഡേയുടെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്, ഈ ചെടിച്ചട്ടികളുടെ അടിയിലെ ട്രേ, AC-യിൽ നിന്നും വെള്ളം വീഴുന്ന ട്രേ ഉണ്ട്, അതുപോലെ തന്നെ മണി പ്ലാന്റ് വെച്ചിട്ടുള്ള പാത്രങ്ങളുണ്ട്, ഫ്രിഡ്ജിൻ്റെ പുറകിലെ ട്രേ, ഇത് ആഴ്ചയിലൊരിക്കൽ നിർബന്ധമായും വെള്ളം മാറ്റി ക്ലീനാക്കുക. കാരണം കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഉപയോഗിക്കാത്ത മറ്റേ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ആഴ്ചയിലൊരിക്കലെങ്കിലും ക്ലീനാക്കണം എന്നാണ് ഈ ഡ്രൈ ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെള്ളം ശേഖരിച്ച് വെച്ചിട്ടുള്ള പാത്രങ്ങൾ അത് അടച്ചു സൂക്ഷിക്കുക. അതിലെ മറ്റ് മാലിന്യങ്ങൾ കലരാതെ നോക്കണം. അതുപോലെ തന്നെ മുഷിഞ്ഞ തുണികൾ, സാധാരണ നമുക്കറിയാം ഒരു ദിവസത്തെ ഇതൊക്കെ കഴിഞ്ഞാൽ തുണികൾ കൂട്ടിയിടുന്നൊരു ഏർപ്പാടുണ്ട്. അതൊക്കെ ആരോഗ്യപരമായി നമുക്ക് ദോഷമുണ്ടാക്കുന്നതാണ്. പിന്നെ ഉപയോഗശൂന്യമായിട്ടുള്ള പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ടയറുകൾ, ചിരട്ടകൾ തുടങ്ങിയവ വൃത്തിയാക്കി വെള്ളം വീഴാത്ത സ്ഥലങ്ങളിൽ സൂക്ഷിക്കുക. പിന്നെ ചെടിച്ചട്ടികളുടെ അടിയിലെ ട്രേ, കട്ടി കൂടിയ ഇലകൾ, മൂടാനുപയോഗിക്കുന്ന ടാർപോളിൻ ഷീറ്റുകൾ, സൺഷെയ്ഡ്, റൂഫിൻ്റെ ബാത്തി, ടെറസ്, മുട്ടത്തോട് തുടങ്ങിയിൽ വെള്ളം കെട്ടി നിൽക്കാതെ സൂക്ഷിക്കുക. ഇതെല്ലാം പുറമേ നമ്മൾ വെള്ളം ശേഖരിക്കുന്ന ടാങ്കുകൾ വൃത്തിയായി, അതായത് അത് കവർ ചെയ്ത് സൂക്ഷിക്കുക. പലപ്പോഴും അതിലാണ് ബാക്ടീരിയ കലർന്നുകൊണ്ട്, ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഷിഗല്ല ബാധിച്ച ബത്തേരിയിലെ വിദ്യാലയത്തിലെ കിണറുകളിലാണ് ബാക്ടീരിയ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ചെടിച്ചട്ടികളും വെള്ളം ശേഖരിക്കുന്ന ടാങ്കുകൾ മൂടി സൂക്ഷിക്കുക. ഇതിനെല്ലാം പുറമെ പൊതുസ്ഥലങ്ങൾ, ഇപ്പോൾ ഏറ്റവും ഒരു വെല്ലുവിളിയായി മാറിയിട്ടുള്ളത് പ്ലാസ്റ്റിക് വസ്തുക്കൾ, പ്ലാസ്റ്റിക് കവറുകൾ, പാഴ്വസ്തുക്കൾ തുടങ്ങിയവ വലിച്ചെറിയാതിരിക്കുക. ഇപ്പോൾ പലരും ചെയ്യുന്നത് അടുത്ത് കാണുന്ന കുളങ്ങളിലും തോടുകളിലൊക്കെ മാലിന്യങ്ങൾ വലിച്ചെറിയാണ്. ഇതെല്ലാം മനുഷ്യന് ദോഷമുണ്ടാക്കുന്നതാണ്. അതുപോലെ തോട്ടം ഉള്ള സ്ഥലങ്ങൾ, റബ്ബർ തോട്ടം, വെട്ടില്ലാത്ത സമയത്ത് ചിരട്ട, കപ്പുവെള്ളം ഇതൊക്കെ കെട്ടി നിൽക്കാത്ത വിധത്തിൽ കമത്തി വയ്ക്കണം. പൈനാപ്പിൾ തോട്ടം, പൈനാപ്പിളിൻ്റെ ഇല ചേരുന്ന ഭാഗത്ത് വേപ്പിൻ പിണ്ണാക്ക്, മണ്ണ് തുടങ്ങിയ വിതരണം. വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ മാറ്റുക. പിന്നെ ഓരോന്നിനും അത് കൊതുകിനെ പ്രതിരോധിക്കുക. അതാണ് മെയിനായിട്ടുള്ള ഇന്നത്തെ രോഗങ്ങളുടെ മൂല കാരണം എന്ന് പറയുന്നത് കൊതുകുകൾ പെറ്റുവരുന്നതാണ്. ഇതാണ് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ ഫലപ്രദമായി തടയണമെങ്കിൽ ഇതനുസരിച്ചിട്ടുള്ള ഒരു പ്രോട്ടോക്കോളുമായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്കിതിനെയൊക്കെ പ്രതിരോധിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ വീടാന്തരം ഹെൽത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അവർ ചെന്ന് ഈ ലക്ഷ്യങ്ങളൊക്കെ വീട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ ഡ്രൈ ഡേയോട് പൂർണ്ണമായിട്ട് സഹകരിപ്പിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത്. എല്ലാ ദിവസവും. കാരണം ഈ ആഴ്ച നടത്തി അടുത്ത ആഴ്ച നടത്തിയില്ലെങ്കിൽ രോഗം വരാതിരിക്കും. ഇത് ഡ്രൈ ഡേ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെ രോഗാണുക്കളുടെ പ്രസരണം ഉണ്ടാവും. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നിർബന്ധമായി, ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും ചെയ്യേണ്ടതാണെങ്കിലും അതിന് സമയം കിട്ടില്ല എല്ലാവർക്കും. അതുകൊണ്ടാണ് ആഴ്ചയിൽ 3 ദിവസം എന്നുള്ള ഈ തീരുമാനം സർക്കാർ എടുത്തത്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഈ പ്രിക്കോഷൻ നമ്മളൊക്കെ എടുക്കുന്നത്. ഡെങ്കിപ്പനിയുടെ മൂലകാരണം കൊതുകാണല്ലോ. കാരണം ഡെങ്കിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് പടരും.
ഡെങ്കി, കോളറ തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പടരുന്ന രോഗങ്ങളാണ്. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം എന്ന് പറയാനുള്ള കാരണം. തീർച്ചയായിട്ടും അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കും. അതിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് നാളെ നൽകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ അതനുസരിച്ചുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് നീങ്ങും. ഏതാ? തീർച്ചയായും അത് ഹൈപ്പവർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് തയ്യാറാക്കും. തീർച്ചയായും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കൂടെ ഈ അസംബ്ലി കഴിഞ്ഞാൽ ഉടൻ അദ്ദേഹത്തിന് കൂടെ കൺവീനിയൻ്റ് ആയിട്ട് ദിവസത്തിൽ ഞാൻ തന്നെ ഹോസ്പിറ്റൽ സന്ദർശിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചിരുന്നു. അവിടുത്തെ ചില നിർദ്ദേശങ്ങൾ അദ്ദേഹം എനിക്ക് നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അവിടെ സൗകര്യങ്ങൾ കൂട്ടാം. ഒരു മെഡിക്കൽ കോളേജ് പുതിയതായിട്ട് വന്നാൽ കുറേ ഡോക്ടർമാരുണ്ടാവില്ലേ നമുക്ക്? ഇപ്പം തന്നെ പലയിടത്തും പരാതി എന്താ? പോസ്റ്റ് ഒഴിഞ്ഞു കിടക്കുന്നു ഡോക്ടർമാരുടെ. കൂടുതൽ ഡോക്ടർമാരുണ്ടാവട്ടെ നമ്മുടെ സംസ്ഥാനത്ത്. മുമ്പൊക്കെ കർണാടകയിലും ഒക്കെ പോയിട്ടാണ് ഡിഗ്രിയൊക്കെ എടുത്ത് വരിക. അങ്ങനെ വരുന്നവരാരും കേരളത്തിൽ നിൽക്കാറില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കണം തീരുമാനിച്ചതും കുറേയൊക്കെ വർക്കുകൾ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ 3-ാം തീയതി ഞങ്ങളുടെ അദാലത്തിൻ്റെ 2ാം ഘട്ടം വയനാട് ജില്ലയിലെ അദാലത്ത് നടത്തുന്നുണ്ട്. അന്ന് ഉച്ചയ്ക്ക് ശേഷം മാനന്തവാടി മെഡിക്കൽ കോളേജ് സന്ദർശിക്കുന്നുണ്ട്. പക്ഷേ മാനന്തവാടി മെഡിക്കൽ കോളേജിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ സർക്കാർ യാതൊരു ഹോംവർക്കും കൂടാതെ നടത്തിയ ഒരു സംരംഭമാണ്. അതായത് ഇവർ അക്വയറി എന്ന് പറയുന്ന 28 ഏക്കർ ഭൂമി, അത് റിസർവ് ഫോറസ്റ്റാണ്. നിങ്ങൾക്കറിയാം, റിസർവ് ഫോറസ്റ്റിൽ നിന്നും ഒരില, ഒരു ചെടി പോലും വെട്ടാൻ പറ്റില്ല. അതിന് പകരം കൊടുക്കാം എന്ന് പറയുന്ന നൂൽപ്പുഴയിലെ റവന്യൂ ഭൂമി, അത് മുമ്പ് ഫോറസ്റ്റിന് കൈമാറിയെന്നൊരു വാർത്തയും. ശരിക്കും പറഞ്ഞാൽ ഒരു മെഡിക്കൽ കോളേജ് അങ്ങ് പ്രഖ്യാപിച്ച് മാറിയെന്നല്ലാതെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത വർഷം അംഗീകാരം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് MLAയുമായും MP ആയ ശ്രീമതി പ്രിയങ്ക ഗാന്ധി അക്കാര്യത്തിൽ വളരെയധികം ആശങ്ക അറിയിച്ചുകൊണ്ട് എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. ഏതായാലും അവിടെ ആവശ്യത്തിനുള്ള ഡോക്ടർമാരെ നൽകാൻ ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലാണോ ഡോക്ടർമാരില്ലാത്ത അവരെ അടിയന്തരമായി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ഇങ്ങനെ ഒരു വലിയൊരു പ്രയാസം നിറഞ്ഞൊരു ഘട്ടത്തിലാണ് സർക്കാർ നിൽക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് എങ്ങനെയെങ്കിലും ആ മെഡിക്കൽ കോളേജ് നടത്തിക്കൊണ്ടുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്നാണ്. അപ്പോൾ അടുത്ത ചില സ്ഥലങ്ങളുണ്ട്, അത് അക്യൂർ ചെയ്യാൻ പറ്റുമെന്ന് ഗവൺമെൻറ് നോക്കുക. അല്ല, അതൊക്കെ പരിഹരിക്കും. അത് പരിഹരിക്കും. തീർച്ചയായും കൂടുതൽ നിയമനം ഉണ്ടാവും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.